അഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിലെ നെക്സ്റ്റ് ടോപ്പിക് ഷേപ്പ് ടൂൾസ്. അപ്പോൾ നമ്മൾ പെൻ ടൂൾ വെച്ച് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തല്ലോ, അതേപോലെ തന്നെ ഡീഫോൾട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഷേപ്പ് ടൂൾസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഒരു ടൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഷേപ്പുകൾ നമുക്ക് ഒറ്റയടിക്ക് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കാനുള്ള ടൂള്, അതേപോലെ റൗണ്ട് എഡ്ജ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കാനുള്ള ടൂള്, എലിപ്സിസ് വരയ്ക്കാനുള്ള ടൂള്, പോളിഗൺ ടൂള്, ട്രയാങ്കിളും പെൻറ്റഗണും ഒക്കെ വരയ്ക്കാനായിട്ട്, അതിനുശേഷം ലൈൻ ടൂള്, ഇത് കൂടാതെ കസ്റ്റമായിട്ടുള്ള വേറെ പല ഷേപ്പുകളും നമുക്ക് വരയ്ക്കാനായിട്ടുള്ള ടൂള്. നമുക്കാദ്യം റെക്റ്റാങ്കിൾ ടൂളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതെടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. നമ്മൾ സെലക്ഷനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സിമിലർ ആണ്, പക്ഷെ നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ച് ഷേപ്പ് ഉണ്ടാക്കുന്ന പോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും ഇവിടെ വരിക. നെക്സ്റ്റ് റൗണ്ടഡ് എഡ്ജ് റെക്റ്റാങ്കിൾ ടൂളാണ്. റെക്റ്റാങ്കിൾ പോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ കോർണേഴ്സ് വരുമ്പോൾ അതിനൊരു റേഡിയസ് കൊടുക്കാനായിട്ട് നമുക്കിവിടെ സാധിക്കും. നമുക്കിവിടെ റേഡിയസ് മാറ്റി കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന റേഡിയസിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ കോർണേഴ്സിൻ്റെ വളവ് വരുന്നത്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂളാണ്, അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഷേപ്പാണ് റൗണ്ട് എഡ്ജഡ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ടൂള്. നമ്മൾ ധാരാളം ഡിസൈൻസിൽ, അതിപ്പോൾ UI ആണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈനിങ് ആണെങ്കിലും എവിടെയാണെങ്കിലും ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ധാരാളം കാണുന്ന ഒരു ടൂളാണ് ഇത്. അതിനുശേഷം അടുത്തത് വരുന്നത് എലിപ്സിസ് ആണ്. ഇത് വച്ചിട്ട് നമുക്ക് എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഷേപ്സ് വരയ്ക്കാം. അതേപോലെ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ടാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് സർക്കിൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് പോളിഗൺ ടൂളാണ്. പോളിഗൺസ് വരയ്ക്കാൻ, അതായത് 3 അതിലധികം സൈഡുള്ള ഷേപ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് പെൻറ്റഗൺ, ഹെക്സഗൺ, ട്രയാങ്കിൾ. ഇവിടെ നമ്മൾ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. 3 തുടങ്ങി മുകളിലേക്ക് നമുക്ക് എത്ര സൈഡ്സ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. അതിനനുസരിച്ചുള്ള ഷേപ്പ് ആയിരിക്കും ഇവിടെ വരിക. ഇപ്പോൾ ഇവിടെ 3 സൈഡ് കൊടുത്തിട്ട് ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഇനി നമ്മളിത് 4 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ ആക്ട് ചെയ്യണ പോലെ തന്നെ ഈ ഒരു ടൂളും ആക്ട് ചെയ്യും. സോ അതാണ് പോളിഗൺ ടൂൾ. നെക്സ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ലൈൻ ടൂളാണ്. അതായത് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. നമ്മളൊരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് സ്ട്രോക്ക് പാത്ത് മാത്രം കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കും ഈ ഒരു ടൂൾ വർക്ക് ചെയ്യുക. ഇതിന് ഫിൽ കളർ ഉണ്ടാകില്ല, അതിന് പകരം സ്ട്രോക്ക് മാത്രമേ ഉണ്ടാകൂ. നമ്മൾ സ്ട്രോക്കിന് എന്ത് കളർ കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഈ ഒരു ലൈൻ്റെ കളറും വരിക. ഇവിടെ റെഡാണ് സ്ട്രോക്കിൻ്റെ കളറ്. ഇനി നമുക്ക് ഈ ലൈൻ്റെ പ്രോപ്പർട്ടിയും മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മാറ്റിയിട്ട് ഡാഷ്ഡ് ലൈൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ വരയ്ക്കുന്ന വര വരുന്നത് ഡാഷ്ഡ് ലൈൻ ആയിട്ടായിരിക്കും. ഈ സ്ട്രോക്കിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റണത് ലൈൻ ടൂളിന് മാത്രമല്ല, നമ്മൾ ഒരു പാത്താണ് അല്ലെങ്കിൽ ഒരു ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും സ്ട്രോക്കിന് ഇതേ രീതിയിൽ സ്റ്റൈല് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് സ്ട്രെയിറ്റ് ലൈനോ ഡാഷ്ഡ് ലൈനോ ഡോട്ട്സോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം വരുന്നതാണ് കസ്റ്റം ഷേപ്പ് ടൂൾ. ഇതിലിവിടെ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് ഡീഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ഷേപ്സും കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ടാവും. ഉദാഹരണത്തിന് മരം, ചെടി, കുറച്ച് ഐക്കൺസ്, അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ടൂൾ എടുത്തിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഷേപ്സ് ഫോം ചെയ്യണ പോലെ തന്നെ ഈ ഐക്കൺസ് അല്ലെങ്കിൽ ഈ ഇമേജസ് ഇവിടെ ഷേപ്പായിട്ട് വരും. ഫോട്ടോഷോപ്പ് ഇവിടെ തന്നേക്കുന്നത് കൂടാതെ നമുക്ക് സ്വന്തമായിട്ടൊരു കസ്റ്റം ഷേപ്പും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ പെൻ ടൂൾ എടുത്തിട്ട് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ഞെക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഡിഫൈൻ കസ്റ്റം ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള പേര് നമ്മുടെ കസ്റ്റം ഷേപ്പിന് കൊടുത്തിട്ട് ഓക്കെ പ്രസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഈ കസ്റ്റം ഷേപ്സിൻ്റെ ലിസ്റ്റിൽ ഇവിടെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലായിട്ട് വന്ന് കിടക്കണ്ടാവും. നമുക്ക് ഈ ഒരു ഷേപ്പ് പിന്നെ എത്ര വേണമെന്നുണ്ടെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു ലോഗോ ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ പാത്ത് നമുക്ക് ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീനെയിം ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് റിമൂവ് ആയി. സോ ഇത്രയാണ് കസ്റ്റം ഷേപ്സ് വരുന്നത്.